ഏജന്റ് ന്യൂസ് ജനമനസ് പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇരിട്ടി മുനിസിപ്പാലിറ്റി LDF 3-ാം അംഗത്തിനിറങ്ങുമ്പോൾ കരുത്തരായ യുവനിരയുമായിട്ടാണ് ഇത്തവണ മത്സര രംഗത്ത് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഇന്നത്തെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു അതിഥി എന്നുള്ളത് മുനിസിപ്പാലിറ്റിയിലെ 2-ാം വാർഡ് വട്ടക്കയത്തു നിന്നും മത്സരിക്കുന്ന നവ്യ സി സന്തോഷിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബാലസംഘത്തിലൂടെ കുട്ടികളുടെ ശബ്ദമായി മാറിയിട്ടുള്ള നവ്യ സി സന്തോഷിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇത്തവണ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ അതിഥിയോടൊപ്പമാണുള്ളത്. ഇരിട്ടി നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥി രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ബ്രണ്ണൻ കോളേജിൽ നിന്ന് UUC ആയി സമര രാഷ്ട്രീയ രംഗങ്ങളിലും ബാലസംഘം, കുട്ടികളുടെ സംഘടനയായ ബാലസംഘത്തിലൂടെയൊക്കെ വളർന്നു വന്ന നാട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡർഷിപ്പായി വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നവ്യയുടെ കൂടിയാണ് നമ്മളുള്ളത്. അപ്പോൾ ആദ്യം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു നമ്മുടെ ഈ സ്ഥാനാർത്ഥിത്വം? കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? ഒരു സ്ഥാനാർത്ഥിത്വം ഏറെ അഭിമാനത്തോടു കൂടിയും അതുപോലെ തന്നെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 22 വയസ്സുള്ള ഒരാൾ, അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും അതുപോലെ കുട്ടികളുടെ സംഘടനയായ ബാലസംഘത്തിലൂടെയൊക്കെ കടന്നു വന്ന് ഇന്ന് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം പാർട്ടി ഒരു 22 വയസ്സുകാരിയിൽ വിശ്വാസത്തോടെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം അർപ്പിച്ച പാർട്ടിക്ക് ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ്. ഒരുപാട് അഭിമാനമാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വം. അപ്പോൾ ബ്രണ്ണൻ കോളേജിലാണ് പഠിച്ചത്, ഡിഗ്രി വിദ്യാഭ്യാസ കാലഘട്ടം കോളേജ്. അപ്പോൾ അവിടെയൊക്കെ UUC ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയവാദമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോരാടി നല്ല പോരാട്ടത്തിലൂടെയാണ് വന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ. അപ്പോൾ കോളേജ് കാലഘട്ടം എങ്ങനെയായിരുന്നു? കോളേജ് കാലഘട്ടം ഈ പറഞ്ഞതുപോലെ അവിടെ ഡിഗ്രി കാലഘട്ടം ഞാൻ ഹിസ്റ്ററിയാണ് അവിടെ പഠിച്ചത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ ബ്രണ്ണൻ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി അംഗമായിരുന്നു. പിന്നീട് 2-ാം വർഷം യൂണിറ്റ് സെക്രട്ടേറിയറ്റ് അംഗവും അതുപോലെ തന്നെ UUC ആയിട്ട് മാറുമായിരുന്നു. അപ്പോൾ അന്നു മുതൽ ഇവിടെ നമ്മൾ ബാലസംഘത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് സംഘടനയിലേക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയം മുതൽ കോളേജ് കാലഘട്ടത്തിലൊക്കെയും ആ 3 വർഷക്കാലം പഠിച്ചതൊക്കെയും സംഘടനാ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനം തന്നെയാണ്. അത് ഒന്നാമത് ബ്രണ്ണൻ കോളേജ് അറിയാം, നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പഠിച്ച കോളേജാണ്. അപ്പോൾ അവിടെ പഠിക്കാൻ കഴിഞ്ഞതും അതുപോലെ അവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാനൊക്കെ കഴിഞ്ഞതും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല കുട്ടികളുടെ സംഘടനയായ ബാലസംഘത്തിൻ്റെ ജില്ലാ നേതൃത്വം കൂടിയാണ്, ഇപ്പോൾ നിലവിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ്. എങ്ങനെയാണ് കുട്ടികളുടെ രംഗത്തും ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്? അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് സംഘടനാ രംഗമൊക്കെ എങ്ങനെയാണ് നോക്കി പോകുന്നത്? കുട്ടികളുടെ രംഗത്ത് ബാലസംഘത്തിൻ്റെ മുൻ ഏരിയ പ്രസിഡൻ്റായിരുന്നു. ഇപ്പം ബാലസംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം കുട്ടികൾ ഒരുപാട് പ്രശ്നത്തിലൂടെ, ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല എല്ലാ കാലത്തും കുട്ടികൾ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെയും ഇടപെടാൻ വേണ്ടിയിട്ട് ബാലസംഘത്തിൻ്റെ നേതൃത്വമായിട്ട് അതിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നാട്ടിലായാലൊക്കെയും ബാലസംഘത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ശാസ്ത്രചിന്തയും അതുപോലെ തന്നെ ചരിത്രബോധവുമുള്ള കുട്ടികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ബാലസംഘത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചു പോകാറുണ്ട്. 1938 ബാലസംഘം രൂപീകൃതമായത് മുതൽ ഇന്ന് 2025 എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടം വരെ നമ്മൾ കുട്ടികളെ സംഘടിപ്പിച്ച് ചരിത്രബോധവും ശാസ്ത്രബോധവും യുക്തിചിന്തയുമുള്ള കുട്ടികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിനകത്ത് കിട്ടുന്ന ഒരു ഔപചാരിക വിദ്യാഭ്യാസത്തിന് പുറമെ ഇപ്പം നമ്മളെയൊക്കെ വ്യക്തിത്വം രൂപപ്പെടുന്നതിൽ ബാലസംഘം സംഘടന വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വീട്ടിലെ സപ്പോർട്ടൊക്കെ, രാഷ്ട്രീയ രംഗമാണെങ്കിൽ പോലും വിദ്യാർത്ഥി ബാലസംഘമാണെങ്കിൽ പോലും ഒരു എങ്ങനെയാണ് വീട്ടിലെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? അതിലുപരി ഒരു പെൺകുട്ടി എന്ന രീതിയിൽ ഇപ്പോൾ എല്ലാവരും പല നമുക്ക് കാണാം നാട്ടിൽ പരിപാടികൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊന്നും വിടാത്തൊരു കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇനി വരുന്ന തലമുറ അവരെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ എന്താണ്
വീട്ടിലങ്ങനെ നല്ല സപ്പോർട്ട് തന്നെയാണ്. വീട്ടിലിപ്പം 3 ബ്രാഞ്ച് മെമ്പർമാർ നിലവിലുണ്ട്. ഞാനും അതുപോലെ തന്നെ അച്ഛനും ചേച്ചിയും, നമ്മൾ 3 ആൾക്കാരും ഇവിടെ മീന്തേരി ബ്രാഞ്ച് മെമ്പർമാരാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ സപ്പോർട്ടില്ലാത്തൊരു പ്രയാസമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞതുപോലെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് വൈകി 10 മണിയും 11 മണിയൊക്കെ ആയി വീട്ടിലെത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ ഒരു സമയത്തായാൽ കൂടിയും നല്ല സപ്പോർട്ട് തന്നെയാണ്. കാരണം നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന് ആണ് പോകുന്നത്. അപ്പോൾ അവർക്ക് സംഘടനാ ബോധമുള്ള ആൾക്കാർ തന്നെയാണ് വീട്ടിലുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സൗഹൃദ വലയം, അവരുടെയൊക്കെ സപ്പോർട്ടും അവരുടെ മറുപടിയൊക്കെ എന്താണ്? അവരുടെ സ്ഥാനാർത്ഥിത്വം തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളൊക്കെയും എല്ലാവരും പറയുന്നത് പോലെ നമ്മളൊന്നും സംഘടനാ പ്രവർത്തനം നടത്തുന്നത് ഒരിക്കലും സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പോൾ ഒരു 22 വയസ്സുള്ള എന്നിൽ ഇങ്ങനെ ഒരു ചുമതല ഏൽപ്പിക്കുന്നൊന്നും ഞാൻ തീരെ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. ഒരുപാട് പിന്തുണയും ഇപ്പോൾ ഇവിടെ നാട്ടിൽ പ്രചരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ ഉൾപ്പെടെ പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ എൻ്റെ കൂടെ ഇറങ്ങാറുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഇടംബരിയായി നമ്മുടെ വോട്ടർമാരെല്ലാവരെയും വീടുകളിൽ പോയി നോക്കിക്കാണാൻ സാധിച്ചു. പ്രചരണ പ്രവർത്തനം ഇപ്പം നിലവിൽ നമ്മൾ 1-ാം ഘട്ടം കഴിഞ്ഞു. ഗൃഹസന്ദർശനത്തിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയായിട്ടുണ്ട്. ഒരുവിധം എല്ലാ വോട്ടർമാരെയും കണ്ടിട്ടുണ്ട്. ഇനി കാണാത്ത ആളുകളെ നമ്മൾ വീണ്ടും പോയി കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതുപോലെ നാട്ടിലില്ലാത്ത ആളുകളുണ്ട്. അവരെയൊക്കെയും നമ്മൾ ഫോൺ വിളിച്ച് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലായിടങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭൂരിപക്ഷമുള്ളൊരു വാർഡാണ്. അപ്പോൾ കഴിഞ്ഞ തവണ വൈസ് ചെയർമാൻ ജയിച്ചിട്ടുള്ളൊരു വാർഡും കൂടിയാണ്. നല്ല ഭൂരിപക്ഷമുള്ളൊരു വാർഡാണ്. അപ്പോൾ ഈ വാർഡിനെ സംബന്ധിച്ചും വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, ഗ്രാമീണ, അതുപോലെ റോഡ് വികസനം, അതുപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇനി മുന്നോട്ട്, എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും പിന്നെ നമ്മുടെ പട്ടക്കയം വാർഡ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സിറ്റിംഗ് വാർഡ് തന്നെയാണ്, LDFൻ്റെ സിറ്റിംഗ് വാർഡ് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഇവിടെയുള്ള മെമ്പർമാരൊക്കെയും വിജയിച്ച് പോയിട്ടുള്ളത്. ഇവിടെയുള്ള കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ നാടിനകത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു തുടർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പം നോക്കിക്കാണുന്നത്. അതായത് കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടെ വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് അതിനുശേഷം പുതിയ പദ്ധതികളിലേക്ക് കടക്കുക എന്നുള്ളൊരു കാര്യമാണ്. അല്ലാതെ ചുമതലയേറ്റ് ഉടൻ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതല്ല, മറിച്ച് വാർഷിക പദ്ധതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കി പൂർത്തിയാക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അവിടെ നമ്മൾ യുവജന വോട്ടർമാർ ഒരുപാടുണ്ട്. ഇപ്പം നിലവിൽ നേരിടുന്ന അവർക്ക് പ്രോപ്പറായി കളിക്കാനൊരു ഇടമില്ല. അതുപോലെ അരാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്ന വേറെ രീതിയിൽ മറ്റ് ആക്ടിവിറ്റീസുമായിട്ട് വിദ്യാർത്ഥികളും യുവജനങ്ങളൊക്കെ പോവുകയാണ്. അപ്പോൾ അവരെയൊക്കെ സ്വാധീനിക്കാൻ എന്ത് ഇടപെടലാണ് ഉണ്ടാകുക? നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങൾ ഒരുപാട് മോശപ്പെട്ട മേഖലകളിലൂടെ ഇപ്പം പറഞ്ഞതുപോലെ ലഹരി ആയിക്കോട്ടെ, അതുപോലെ നവമാധ്യമങ്ങളുടെ അമിത ഉപയോഗം, അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്നും അവരെ നമുക്ക് മുക്തമാക്കാൻ കഴിയുന്നത്, നമുക്ക് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കളിയിടങ്ങളില്ലാത്തൊരു പ്രയാസം നമ്മുടെ യുവജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കളിയിടങ്ങൾ നമുക്ക് എവിടെയൊക്കെ നടപ്പാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു കാര്യം ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് കൃത്യമായൊരു കളിസ്ഥലം കുട്ടികൾക്കും അതുപോലെ യുവജനങ്ങൾക്കും ഉൾപ്പെടെ പ്രയോജനകരമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കളിയിടങ്ങൾ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്തായാലും അത് മനസ്സിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമ്മുടെ വോട്ടർമാരെയൊക്കെ കാണാൻ പോകുന്ന സമയത്ത് യുവജനങ്ങളൊക്കെ പോസിറ്റീവ് റെസ്പോൺസാണ്. ഇവിടെ ഇപ്പോൾ യുവജന സ്ക്വാഡ് ഉൾപ്പെടെ രൂപീകരിച്ചിട്ടാണ്, നമ്മൾ വിദ്യാർത്ഥി സ്ക്വാഡുണ്ട്, അതൊക്കെ രൂപീകരിച്ചിട്ടാണ് നമ്മൾ ഗൃഹസന്ദർശനം നടത്തുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വലിയ പിന്തുണ ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് വായനശാലകൾ നമ്മുടെ നാടിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. യുവജനങ്ങളും അതുപോലെ വായനാശീലമുള്ള കുട്ടികളെ വളർത്തിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ നമ്മുടെ പല വാർഡുകളിലും വായനശാല, അപ്പോൾ നമ്മുടെ ഈ വാർഡുമായി ബന്ധപ്പെട്ട്
നിലവിൽ ഈ വാർഡിനകത്തൊരു വായനശാല ഉണ്ട്. അപ്പോൾ ആ വായനശാലയിൽ ഏകദേശം ഒരു 1500 മുകളിലോളം പുസ്തകങ്ങൾ വായനശാലയിലുണ്ട്. ഇവിടെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ലൈബ്രറിയൻ ഉൾപ്പെടെ വന്നുകൊണ്ട് കുട്ടികളും മുതിർന്നവരും അതുപോലെ തന്നെ യുവജനങ്ങൾ ഉൾപ്പെടെ ഇവിടെ പുസ്തകം എടുക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്. യുവജനങ്ങൾ പുസ്തകങ്ങൾ എടുക്കുന്നത് കുറവാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ എന്നാലും പുസ്തകം എടുത്ത് കൃത്യമായി വായിക്കുന്ന ആളുകളുമുണ്ട്. അതുപോലെ തന്നെ ഈ ലൈബ്രറി പ്രധാനമായിട്ടും പ്രയോജനപ്പെടുത്തുന്നത് വയോജനങ്ങളാണ്. അവർ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പുസ്തകങ്ങൾ വായിച്ച് അതുപോലെ തന്നെ അതിനുള്ള മികച്ച വായനക്കാർക്കുള്ള അവാർഡ് ഉൾപ്പെടെ നമ്മൾ ഈ വായനശാലയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇനിയും വായനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അതായത് നമ്മൾ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ ഉൾപ്പെടെ കൊടുക്കുമ്പോൾ അവരെ കുറച്ചുകൂടെ ആകർഷിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പരിപാടികളും പദ്ധതികളും ഇതിൻ്റെ ഭാഗമായിട്ട് ഇനിയും നടത്തിപ്പോകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ വാർഡുമായി ബന്ധപ്പെട്ട് അപ്പോൾ പുതുതായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും കൂടിയുണ്ട് നമ്മുടെ വാർഡുകളിൽ. അപ്പോൾ അത് ആ രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യാൻ സാധിക്കും, പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ്, ഉത്തരവാദിത്ത ബോധം, അങ്ങനെ രീതിയിൽ ചില വിമർശനങ്ങളും ഈ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് എങ്ങനെയാണ് അതിനുള്ളൊരു മറുപടി എന്ന രീതിയിൽ? തീർച്ചയായും ഈ പറഞ്ഞതുപോലെ ഒരു 22 വയസ്സുകാരി ഇത്രയും വലിയൊരു വാർഡിനകത്ത് മത്സരിക്കുമ്പോൾ തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉണ്ടാകും. കാരണം ഒരു 22 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് എന്ത് വികസനമാണ് നമ്മുടെ നാടിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക എന്നുള്ളൊരു കാര്യമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ വിമർശനങ്ങൾ ഇല്ലാതിരിക്കൊന്നുമില്ല. അതിപ്പം ഏത് സംഘടന മത്സരിച്ചാലും തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉണ്ടാവും. പക്ഷേ ആ വിമർശനത്തിനപ്പുറം നമ്മളെല്ലാവരും പറയുന്നത് പോലെ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളതാണ്. വയസ്സൊരു നമ്പർ മാത്രമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കും. അത് തീർച്ചയായിട്ടും നടപ്പാക്കും. നമ്മൾ ഗൃഹസന്ദർശനം നടത്തുന്ന സമയത്തുൾപ്പെടെ എല്ലാവരും പറയും ഒരു ചെറിയ കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു ചെറിയ കുട്ടിക്ക് എന്തൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടിനകത്ത് ഉള്ള വികസന പദ്ധതികൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഇത്ര നേരം ചെലവഴിച്ചത് ഇരിട്ടി നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ്, വലിയ വികസന സ്വപ്നങ്ങളൊക്കെ കയ്യിലാണ്, ഒരുപാട് പ്ലാനിങ്ങും കൂടെ ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. വിജയിക്കുമെന്നുള്ള നല്ല ദൃഢനിശ്ചയത്തോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അപ്പോൾ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി നവ്യ സി സന്തോഷിനൊപ്പം ഏജാൻ ന്യൂസിന് വേണ്ടി അഫ്ലെ.